സഹൃദയരെ, ലോകജാലകങ്ങൾ നമ്മുടെ ചൂണ്ടുവിരലിന്റെ ചെറുതലോടലിൽ തുറക്കപ്പെടുന്ന ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ പോലും നമുക്ക് ചുറ്റും സ്വസ്ഥമായി തലചായ്ക്കാൻ ഒരിടമില്ലാതെ, കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസനങ്ങളുടെ ഓരത്ത് പോലും സ്ഥാനമില്ലാതെ അനേകം മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടെന്ന സത്യം. ഒരായുസ് മുഴുവൻ സ്വയം ഇഷ്ടങ്ങൾ തിരിച്ച് ജീവിക്കാൻ മറന്ന് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് പിന്നീട് ജീവിതാസ്തമയത്ത് എല്ലാവരും ഉണ്ടെങ്കിലും അനാഥരായി മാറുന്ന വയോധികരുടെ എണ്ണം നമുക്ക് ചുറ്റും ഉയർന്നു വരുന്നു എന്ന സത്യം. എന്തിനോ വേണ്ടി പരക്കം പായുന്ന നമ്മുടെ ജീവിതത്തിലെ കുറച്ചു നിമിഷങ്ങൾ സ്വസ്ഥമായിരുന്ന് അവരിൽ ചിലരുടെ കഥ കേൾക്കാം. MMK സ്നേഹപുരസ്സരം അവതരിപ്പിക്കുന്നു ചുമരുകളില്ലാത്ത വീട്. അരങ്ങിലും അണിയറയിലും നിങ്ങളുടെ പ്രിയ കൂട്ടുകാർ ആന്റോ, റോയി, ജാക്സൺ, മാർട്ടിൻ, ജോസൻ, ഐസക്, റോബി, ലിയ ആൻഡ് ജോസഫ്. ട്രെയിൻ നമ്പർ 56 365 ഗുരുവായൂർ ഇടമൺ സ്റ്റാർട്ട് പാസഞ്ചർ കായംകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അടുത്ത സമയത്തിനുള്ളിൽ വാസുകൊണ്ടം വന്ന കണ്ടില്ലേ? ഇതിനോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഈ കാലത്തിന്റെ അടുത്ത് വന്ന് കളിക്കല്ലേ. നേരത്തെ വന്ന നേരത്തെ വന്ന് കൈ കാണിച്ചിട്ട് വണ്ടി നിർത്താണ്ട് പോയത്. എടാ നിന്നോട് ആരെയും പറഞ്ഞു ഈ തീവണ്ടി വരുമ്പോ അതിന്റെ മുമ്പിൽ പോയി കൈ നീട്ടി അത് നിർത്തൂന്ന്? എന്നോടേ പെട്ടിക്കടയിലെ ഗോപാലേട്ടൻ പറഞ്ഞല്ലോ കൈ കാണിച്ച വണ്ടി നിർത്തുന്നു. ഞാനേ കപ്പലണ്ടി മേടിക്കാൻ പോയതാ. നിനക്ക് 24 മണിക്കൂർ ഈ തീറ്റയുടെ വിചാരമുണ്ടോ? വെറുതെ അല്ല നിന്റെ വയറൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വലുതായിട്ട് വരുന്നത്. വാസുണ്ണ കുട്ടൻ പൊട്ടനല്ലേ? കുട്ടൻ പൊട്ടനാ നിന്നെ പൊട്ടാന്ന് വിളിക്കുന്നത്. എനിക്ക് തരാനുള്ള പൈസ ഉണ്ടെന്നേ. എനിക്ക് തരാനുള്ള 10 രൂപ ഇപ്പ വേണം. നിനക്ക് തരാനുള്ള 10 രൂപയാ? അതുകൊണ്ട് ഞാൻ 10 രൂപ ഇന്നലെ വാങ്ങിച്ച 10 രൂപ ഇപ്പ ഇവിടെ വേണം. പൊട്ടനാന്നല്ലേ പറഞ്ഞേ? കുട്ടാ ഞാൻ തമാശ പറഞ്ഞല്ലേ ടക്കര കുട്ടാ. കുട്ട ഒരു പണി ചെയ്യേ, ഞാൻ മുതലാളിയുടെ അടുത്ത് പോയിട്ട് പൈസ മേടിച്ചോണ്ട് വരാം. മോനെ ഒരു 5 രൂപ ഈ വാസുകൊണ്ടന് തായോ? അതെ, ഈ പൈസ വാങ്ങിച്ചുകൊണ്ടുപോകുമ്പോള്ള എന്താ മോനെ കുട്ട എന്താ താലോലിക്കല്? ആ പൈസ ചോദിക്കുമ്പോ എന്തെത്ര ബുദ്ധിമുട്ട്? താടെ മുട്ടേന്റെ ചക്കരയല്ലേ നീ താങ്കൾ. കുട്ടനെ പറ്റിക്കാനല്ലല്ല. ഞാൻ പറ്റിക്കോ? നിന്റെ വയറാണ് ചത്തി, ഞാൻ പറ്റിക്കത്തില്ല. വാസണ തടാ വേഗം പോയിട്ട് വരണമെങ്കിലേ എനിക്ക് ബസ്സിന് പൈസ വേണ്ട. വീണ്ടും നീ ഒരു 5 രൂപ കിടങ്ങി തായോ? കുട്ടനെ പറ്റിക്കാനല്ലല്ല. ഞാൻ പറ്റിക്കത്തില്ലെന്ന് നീ വേഗം പോയിട്ട് വാട്ടാ. കുട്ടൻ പൊത്തനാന്നല്ലേ പറഞ്ഞേ? ശരിയാക്കി തരാം. കുട്ടനോടാ കളി. വാസുണ്ണ എന്തിയാ പോവാത്തെ? എങ്ങനെ പോവാൻ? വാസുണ്ണനല്ലേ പറഞ്ഞേ മുതലാളിയുടെ അടുത്ത് എന്റെ കാശ് വെട്ടുണ്ടാന്ന്. എന്നിട്ട് എന്തിയാ പോവാത്തെ? ഇത് വലിയ ശല്യായല്ലോ. കുട്ടാ ഒരു പണി ചെയ്യാം. കുട്ടനിപ്പോ എന്താ പ്രശ്നം? എനിക്ക് എന്റെ 10 രൂപ നിനക്ക് നിന്റെ വേണം. നിനക്ക് നിന്റെ 10 രൂപ കിട്ടിയ പ്രശ്നം തീരുവോ? പിടിച്ചോ നിന്റെ 10 രൂപ പ്രശ്നം തീർന്നല്ലോ.
കയ്യിലുണ്ടായിട്ടുണ്ടല്ലേ കുട്ടനെ പറ്റിക്കാന്ന് വിചാരിച്ചേ വന്നല്ലോ. ആയ് ചിന്നയ വാസുണ്ണന്റെ 10 രൂപ വന്നല്ല. എന്തിനാടാ വാസു ഈ പാവത്തിനെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നേ? എടാ അത് ഞാൻ ചുമ്മാ തമാശക്ക്. ഓ എന്താണ് പതിവ് തെറ്റിക്കണ്ട. ഇന്ന മിഠായി എടാ നീ ആ പെട്ടിക്കടയിലെ കടയിൽ പോയിട്ട് പെട്ടെന്ന് ഒരു പിടി മേടിച്ചോണ്ട് തരാം. ഈ ചിന്നയന്റെ ഒരു കാര്യം ദിവസവും മറക്കും. മുട്ട എന്നാ ചെയ്യടാ, നീ ആകെ ഒരു മൊത്തം ഒരു സങ്കടത്തിലാണല്ലോ എന്ന്. ഓ ഒന്നും പറയണ്ട, ആ മൊത്തത്തിൽ കഷ്ടപ്പാടാണ്. ആണോ? എവിടെ തന്നെ പോയാലും ആരുടെ കയ്യിൽ പൈസ ഇല്ല. കട കയറി കൃഷിക്കാരാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ആ എന്റെ കാര്യം ഇത് തന്നെയാണ്. അതെന്താണ്? എന്റെ പൊന്നടാവേ, നമ്മള് ഇപ്പൊ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്താൽ പുതിയ പാത്രങ്ങൾ കിട്ടും. ആ, ക്രിസ്മസ് ബോണസാ. ആ അതെന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ കൊച്ചമ്മമാർക്കൊന്നും ഈ പാത്രം എടുത്ത് തരാനുള്ള സമയവും ഇല്ല. ഇല്ല. ആ അപ്പൊ നമ്മൾ എന്നാ ചെയ്തേ, നമ്മള് ഇവളമാർക്ക് ഈ സീരിയലിന്റെ മുമ്പിലാ 24 മണിക്കൂറും. പിന്നെ അതും പോരാണ്ട് യുദ്ധമല്ലേ യുദ്ധം, മറ്റേ ഈ ചറപറ ബോംബ് വന്ന് വീഴുന്നത്. അപ്പൊ അതും കണ്ടോണ്ട് ഇവളമാരങ്ങ് ഇരിപ്പാ. ക്രിസ്മസ് പടക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നല്ല. അതെ അതെ. ആ നീ പറഞ്ഞില്ല. നീ ഇത്ര വേണ്ട തോന്നോ? പിന്നല്ലേ കുട്ടൻ വന്തിയിലല്ലേ പോയേ. എടാ കുട്ടാ, ചിന്നയ എന്നടാ ചിന്നയ എന്നടാ കുട്ടാ? കുട്ടന് വിശക്കുന്നു. ആ ചിന്നേനത് മറന്നു പോയല്ലോ. നീ ആ സഞ്ചിക്കെടുത്തേ. ചിന്നേന് ഇത് മാത്രം കിട്ടിയിട്ടുള്ളൂ. കുട്ട അത് കഴിച്ചോ. അപ്പൊ ചിന്നയനും വാസുണ്ണനും ഒന്നും വേണ്ടേ? വേണ്ട കൂട്ടം കഴിച്ചോ, ഞങ്ങളെ അച്ഛൻ വരുമ്പോ കഴിച്ചോളാം കേട്ടോ. വേണ്ട, അച്ഛൻ വരുമ്പോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട കുട്ട, കുട്ടനെ വിശക്കുന്നില്ലേ? കുട്ട കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ വന്നവരെ ചിന്നയും കുട്ടൻ്റെ ഒരു പാട്ട് പാടി തന്നാ മതി. ആ അത് കൊള്ളാം, ഒരു പാട്ടൊക്കെ പാടാ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണിക്കിലുക്കം, പാട്ടേ നിന്റെ മണിക്കിലുക്കം. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. ഹായ്, ദേ അച്ഛൻ വരുന്നു. ആരാ അച്ഛ ഇത്? ഒന്നും പറയണ്ട എന്റെ കുട്ടാ, വല്ലാത്ത ക്ഷീണം. കുറച്ച് വെള്ളം എടുത്തോണ്ടെന്ന് നീ പോയി ആദ്യം. അല്ല അണ്ണാ, ഇതാരാ മനസ്സിലായില്ലല്ലോ. ഓ എനിക്കെങ്ങനെ അറിയാനാ? ദോണ്ട ആ റെയിൽപാളത്തിനടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു, പിന്നെ എന്ത് ചെയ്യാനാ? ആ ഓക്കെ ഓക്കെ. ആണോ? എന്നാ വെള്ളം. ഇനി പറ, നിങ്ങൾ ആരാ? ഞാൻ അല്പം അകലേന്ന് വരുവാ. അല്ലണ്ണാ, ഇവിടെ എന്താണോ ട്രെയിൻ വരുന്നതും കാത്തു നിന്നതാ.
ഓ എങ്ങോട്ടെങ്കിലും പോവാമെന്നായിരിക്കും. അല്ല, പിന്നെ മരിക്കാൻ. മരിക്കാൻ. ചായ. ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുത്തു പോകരുത്. ഒരു തന്തപ്പണി 4 നേരം തിന്നാനായി കയറുന്നതോളൂ. എന്താ ചായ കുടിക്കാത്ത? കുട്ടനുണ്ടാക്കിയതാ. ആഹാ, കുട്ടനുണ്ടാക്കിയ ചായ. നല്ല ചായ. കുട്ടനെ ആരാ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? കുട്ടൻ്റെ അമ്മയാ? അമ്മ. പിന്നെ വീണ്ടും ഇളകിയ എന്താ പറ്റിയത്? ഓ, കുട്ടന്റെ അച്ഛനെയോ അമ്മയോ കുറിച്ച് ചോദിച്ചു കാണുമല്ലേ? അല്ലെങ്കിൽ അവൻ അങ്ങനെയാ, മറ്റെന്ത് ചോദിച്ചാലും അവനൊരു കുഴപ്പമില്ല. പക്ഷേ അവന്റെ അച്ഛനെയോ അമ്മയെ കുറിച്ച് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ? ഏയ്, കുട്ടന്റെ അച്ഛൻ ഞാനല്ല, ഏതോ വലിയ പണക്കാരന്റെ വീട്ടിലെ കുട്ടിയാ. മന്ദബുദ്ധിയായ മകനെ മാനക്കേട് ഭയന്ന് വീട്ടുകാർ കൂട്ടിയിട്ടാ വളർത്തിയത്. ഒരു ദിവസം ആരും കാണാതെ അവൻ വീട് വിട്ടിറങ്ങി. നാട്ടുകാര് പോട്ടാ പോട്ടാ എന്ന് പറഞ്ഞു കല്ലെറിഞ്ഞു. അപ്പോ ഞാൻ എൻ്റെ കൂടെ കൂട്ടി. ഇപ്പോ അവൻ എന്നെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. പാവം. നീ നേരത്തെ വന്നല്ലേ, അപ്പൊ ഒന്നും തടഞ്ഞു കാണത്തില്ലല്ലോ. ഒന്നും പറയണ്ട. നാട് കാണണ്ടേ, മുഖ്യമന്ത്രി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടുകളെ നമ്മൾ എല്ലാത്തിനും ഓടിച്ചുകൊണ്ടിരിക്കുക അവിടെ. അതുകൊണ്ട് ഇന്നൊന്നും കിട്ടാൻ പോകുന്നില്ല ആർക്കും. അപ്പൊ ഇന്ന് എന്റെ കാര്യവും പോക്കാം. ഒന്നും പറയണ്ട, എല്ലാം ഇതുപോലെ. അമ്മാവൻ ഇതുവരെ വിഷമമൊന്നും വിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നല്ല ചില്ലായിട്ട് നിൽക്ക്. ഓ, ഞാൻ എന്ത് പറയാനാ? അല്ല, ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കുറിച്ച് ഇതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ വീട്, വീട്ടുകാര്. വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അപ്പനെ നോക്കാൻ എനിക്ക് പറ്റില്ല. വേദിക്കുന്ന മൂത്തപ്പോൾ വാരിക്കോരി കൊടുത്തില്ലേ, ഇനി കുറച്ചു നാൾ അവളോട് പോയി നിൽക്കട്ടെ. ഇത് നല്ല കാര്യമായി പോയി. എന്ത് തന്നിട്ടാ നീ പറയുന്നതിന് ചില നാട്ടുമര്യാദയില്ലേ? അച്ഛൻ തറവാട്ടിൽ തന്നെ നിൽക്കുന്നതാ അതിന് ശരി. എന്തോന്ന് ശരി? എന്തായാലും ഈ ഭാരം ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നയാ പൈസക്ക് ഉപകാരമില്ലാത്ത ഒരു തന്തപ്പടി. അല്ല, അച്ഛനെ എന്റെ കൂടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ എന്റെ ചേട്ടനോടും വീട്ടുകാരോടും ഞാൻ എന്ത് പറയും? അതുകൊണ്ടാ. വേണ്ട, നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. താലോലിച്ചു വളർത്തിയ മക്കള് ചവിട്ടി പുറത്താക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരായുസ് മുഴുവൻ താലോലിച്ചിട്ടും ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്തിനാ? ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അല്ല, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഏത് നില കഴിയേണ്ട മനുഷ്യനാ. ഇപ്പൊ കണ്ടില്ല ഓരോ മക്കളെയൊക്കെ ഒരു ഗുണവധികാരം ഈ പരുവത്തിലാക്കിയില്ലേ? എന്നാലും മക്കളൊക്കെ ഉപേക്ഷിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എത്ര തവണയോട് മരിക്കണം? അത് ശരിയാട്ടോ. തനിക്ക് ഇപ്പോഴല്ലേ ഈ വീട് നഷ്ടപ്പെട്ടുള്ളൂ. ഈ വീടെന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും അറിയാത്തവരാ ഞങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല സന്തോഷമാണ് കേട്ടോ. അമ്മാവൻ ഇനി ഒരിടത്തും പോകണ്ട. പിന്നല്ലാതെ. ഏയ്, അത് ശരിയാവില്ല. ഞാനും കൂടെ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? അപ്പൊ അവൻ എവിടെ പോവാനാ? മരിക്കാനാ? എടോ, ഈ ചുമരും മേൽക്കൂരയോ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു വീടാ. പിന്നെ തന്റെ പഴയ വീടിന്റെ സുഖ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം. പിന്നെ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ സ്നേഹത്തെ കുറിച്ച് ഓർത്താണെങ്കിൽ വന്നേ.
അതിനും വഴിയുണ്ട്. ഞങ്ങളുടെ കുട്ടൻ ഇവിടെയുണ്ട്. അവന്റെ മനസ്സ് നിറയെ സ്നേഹമാണ്. പിന്നെ മക്കള് ആ ബന്ധുക്കാരോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ കൂട്ടിയാൽ മതിയെന്നേ. വേറെ ആരും കണക്കിന് ആവശ്യമില്ലല്ലോ. വേണ്ട, മനസ്സും ശരീരവും കൊടുത്ത് സ്നേഹിച്ചിട്ടും എൻ്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായി. വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അപ്പൂപ്പൻ പോവാ? അപ്പൂപ്പൻ ഇനി കുട്ടനില്ലേ? അപ്പൂപ്പ പോണ്ട. അച്ഛാ, അപ്പൂപ്പ പോണ്. അപ്പൂപ്പനോട് പോണ്ട പറ. ചിന്നയ്യ, വാസുണ്ണ, ഒന്ന് പറ. അപ്പൂപ്പ പോണ്ട. വേണ്ട കുട്ടാ, അപ്പൂപ്പനും കൂടെ ഇവിടെ നിന്നാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പൂപ്പൻ പോട്ടറാ. അപ്പൂപ്പനെ നമ്മുടെ കൂടെ നിന്നാലേ നമ്മൾ ഊരിൽ തരില്ലാതെ തെണ്ടികളല്ലേ. അപ്പൂപ്പൻ പോട്ടെ. വേണ്ട, അപ്പൂപ്പ പോണ്ട. കുട്ടൻ്റെ നിറയെ പൈസ ഉണ്ട്. ഇത് മുഴുവൻ അപ്പൂപ്പന് തരാം. അപ്പൂപ്പ പോണ്ട. അച്ഛാ, വാസുണ്ണ, അപ്പൂപ്പ പോണ്ട. അപ്പൂപ്പൻ എങ്ങോട്ടും പോണില്ല. അപ്പൂപ്പൻ കുട്ടൻ്റെ കൂടെ ഉണ്ട്. ആ ചുമരുകളില്ലാത്ത വീട്ടിൽ അങ്ങനെ ഒരാളും കൂടിയായി.